ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സവാള ബോണ്ട. അപ്പോൾ 5 മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ നമുക്കിത് ഉണ്ടാക്കാൻ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടനും ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. സവാള ബോണ്ട ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ. ഇതിപ്പോൾ ഇനി വറുത്ത അരിപ്പൊടിയാണെങ്കിലും അല്ലാത്ത അരിപ്പൊടിയാണെങ്കിലും ഒന്നും പ്രശ്നമല്ല. നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന കായപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കണം. ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ദോശമാവ് ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താലും മതി കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ 2 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയിലയും തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് സവാള ബോണ്ട ഉണ്ടാക്കാനായിട്ട് സവാളയാണ്. അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്നിച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ വെള്ളം അധികമാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് പൊക്കവട ഉണ്ടാക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അത്രയ്ക്ക് അങ്ങോട്ട് ടൈറ്റ് ആവണ്ട കേട്ടോ. അതിനേക്കാളും കുറച്ച് ലൂസാക്കിയിട്ട് വേണം അത് ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ പക്കവട പോലെ ഇരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം അത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. വെള്ളം ചേർക്കുന്ന സമയത്ത് അധികമായി പോയാൽ കുറച്ചും കൂടെ കടലമാവും അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ടൈറ്റ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തിക്കാക്കി എടുക്കരുത്, അതുപോലെ ഒരുപാട് ലൂസും ആക്കി എടുക്കരുത് കേട്ടോ. രണ്ടിൻ്റെയും മിഡിലുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് കൈ ഒന്ന് നനച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ കോരിയിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രം മാവ് കോരിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ നമ്മൾ മാവ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് ഇട്ട് കൊടുക്കുക, എന്നാലും നല്ല ബോണ്ടയുടെ ഷേപ്പിൽ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടത് കാരണം തന്നെ നന്നായി വീർത്ത് വന്നിട്ടുണ്ട് ബോണ്ട. അപ്പോൾ ഒരു വശം നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഒട്ടും എണ്ണ കുടിക്കാത്തൊരു സ്നാക്കാണ് കേട്ടോ ഈ സവാള ബോണ്ട. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഒക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്